ഹലോ, അപ്പോൾ നമ്മൾ ഇന്നുള്ളത് രാജസ്ഥാനിൽ ഡെസേർട്ട് ആണ്. ക്യാമൽ റൈഡ്, അതുപോലെ ജീപ്പ് സഫാരി, അതുപോലെ ടെൻ്റ് കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ടെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാട്ടോ, ഒരു രക്ഷയില്ലാത്ത ടെൻ്റാണ്, അടിപൊളി കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമുക്ക് ഓഫ് സീസൺ ആയതുകൊണ്ട് പെർ ഹെഡ് 1500 ആണ് വരുന്നത്. അല്ലാണ്ട് വരുമ്പോൾ പെർ ഹെഡ് 4500 വരും. ബാത്റൂമൊക്കെ ആണെങ്കിൽ നീറ്റാണ്. ഇനി നമുക്ക് ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ കാണിച്ചു തരാം. കാര്യം ഞങ്ങൾ നാളെ രാവിലെ പോകും. ഇപ്പോൾ സൺറൈസിനുള്ള സെറ്റപ്പ് ഉണ്ടാവില്ല. പുറത്തുള്ള ആംബിയൻസ് ഇതാണ്. GDSR, ഷെഫിക് പ്രൂ, ഫുള്ള് ടെൻ്റ് കേട്ടോ. AC അവൈലബിൾ ആണ്. നല്ല ചൂടുണ്ട്. ഇപ്പം നമ്മൾ ജീപ്പ് സഫാരിക്ക് വേണ്ടി പോകണം ആദ്യം. ഇപ്പം നമ്മുടെ വണ്ടി ഇതാണ്. ജീപ്പ് സഫാരിക്ക് പോകുന്ന വണ്ടി നമ്മുടെ വണ്ടിയിൽ ഇവിടെ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ താമസിക്കുന്ന റെസ്റ്റോറൻറ്റ് കൂടെ ഹോട്ടലും റിസോർട്ടും കൂടെ കൂടിയിട്ടുള്ളത്. ഈ ഒരു ഏരിയ ഫുള്ള് അങ്ങോട്ട് റിസോർട്ടും അതുപോലെ തന്നെ ഇതുപോലെ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലങ്ങളും കേട്ടോ. അപ്പോൾ ഇതാണ് കാഴ്ചകൾ. ബാക്കി കാഴ്ചകൾ നമുക്ക് കൊണ്ടുപോയില്ല. ഒരു 35 കിലോമീറ്റേഴ്സ് നമുക്ക് ഉള്ളിലേക്ക് വരണം കേട്ടോ. ചുറ്റും എന്താ പറയുക, ഭൂമി ഉരണ്ടതാണെന്ന് നമുക്ക് ഇതിൻ്റെ അകത്ത് കൂടെ വണ്ടി റൈഡ് ചെയ്ത് ഒരു മനസ്സിലാവും. ഫുൾ സർക്കിളിൽ കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ജീപ്പ് സഫാരിക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. ഭയ്യ ജീപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ യാത്ര ആരംഭിച്ചു കേട്ടോ. കൊല്ലുമെന്ന് അറിയത്തില്ല, പുള്ളി ഭയങ്കര നീക്കെടുക്കുമെന്നാണ് അണ്ണൻ പറഞ്ഞ്. ഞാൻ എണീറ്റാണ് നിൽക്കണേ. എന്നെ ചാർജ് കുറവാണ്, അതുകൊണ്ട് ബാക്കിയുള്ളത് ഞാൻ അവിടെ എത്തുന്നു. അപ്പൊ നമ്മള് സ്ഥലം എത്തിയിട്ടുണ്ട്. ആദ്യം ഒരു ചാട്ടോ എങ്ങനെയാന്ന് അറിയത്തില്ല. മൂഞ്ചിയ ഇവര് നമ്മളെ കൊല്ലമുണ്ടോ കേട്ടോ. जिस हिसाब ना हंस दिया वो लगदी पंजाब दिया, जिस हिसाब ना कर दिया वो लगदी लाहौर दिया, जिस हिसाब ना हंस दिया कुड़ी दा पता करो तेरे पिंड दिया तेरे शहर दिया लगदी लाहौर दिया, जिस हिसाब ना हंस दिया वो लगदी पंजाब दिया, जिस हिसाब जिस हिसाब न चल दिया अखियां ना मार दिया अंदरों प्यार भी कर दिया कुड़ी ना लगदी पंजाब लगदी लाहौर इंडिया लगती
ഇപ്പം നമ്മളുള്ളത് ഡെസേർട്ടിലാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഡ്രൈവർ. അത്ര പോരാ, പക്ഷെ ഒരു ബ്ലാക്ക് താറിലൊരു മനുഷ്യൻ പോകണം കണ്ടിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ പുറത്തുനിന്നുള്ള വ്യൂ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്നാലും ഇതൊക്കെയാണ് ഇവിടുത്തെ ആംബിയൻസ് കാര്യങ്ങളൊക്കെ. 1500 നമുക്ക് ഡെസേർട്ട്, ക്യാമൽ സഫാരി, അതുപോലെ തന്നെ ഓഫ് റോഡ് ട്രക്കിംഗ്, പിന്നെ ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ നൈറ്റ് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ എന്ന് അറിയത്തില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. അപ്പോൾ നമ്മൾ അടുത്തത് ക്യാമൽ സഫാരിക്ക് പോവാണ്. 2 people sir. 1 people live over there. Here. एकला को ले जाना है. ले जाना उसमें बैठो, अकेला उधर 2 people come there. नो 8 people उधर बैठो. ഞാനോ അങ്ങനെ ജിജേഷേട്ടനും ഷഫീഖും കയറിക്കോണ്. ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാക്കണ്ട കേട്ടോ. നമ്മുടെ കൂടെ ആയിട്ടില്ല. ആണോ പോവണ്ണേ അണ്ണേ ഭയ്യ ഭയ്യ മൂവ്. യാ കമ്മിങ്. എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും കേട്ടോ. ഞാനെന്നാ പോയിച്ചും വരാം. വേണ്ട, ഞാൻ കൊണ്ടുപോകാം. ചെറിയ ഒട്ടകാണോ? ഞാൻ വലിയതിലിരിക്കാറുള്ളൂ. അമ്മേ കയറാൻ പറ്റുന്നല്ലോ. ഹോൾഡ് ഇരിക്കില്ലല്ലോ അല്ലേ? ഇത് കൊടയുണ്ടല്ലോ. ഈ കുഞ്ഞു ചെറുക്കൻ്റെ കയ്യിലാണ് ഇതിനെ കൊടുത്തു വിട്ടേ. ഈ കുഞ്ഞു ചെറുക്കൻ്റെ കയ്യിലാട്ടോ എൻ്റെ കൈ കൊടുത്തു വിട്ടേ. എടേ പയ്യേ, നിനക്ക് വല്ലതും അറിയോ? എന്താണെന്നൊന്നും അറിയില്ല. ഫ്രണ്ടിലൊരു കുറ്റിയൊക്കെ ഉണ്ട്, നോക്കാം. അവര് ഫ്രണ്ടിലുള്ളവരുടെ ആശ്വാസം. എങ്ങനെയുണ്ട്? ഒട്ടകത്തിന് മതകളൊക്കെ അല്ലേ? അപ്പോൾ രാജസ്ഥാനില് സാറേ ഈ സ്ഥലത്തിന് വരണം എന്തോയോ. അപ്പോൾ ഡെസേർട്ട് സഫാരി അല്ല, ഡെസേർട്സും കൂടെ ക്യാമൽ സഫാരി. യെസ്, യെസ്. ഞാൻ കൈ വിട്ട് കഴിഞ്ഞാൽ ഞാൻ ഒട്ടകത്തിൻ്റെ പുറത്തുനിന്ന് വീഴും. അപ്പോൾ ജീപ്പ് സഫാരി കഴിഞ്ഞു. ഇപ്പോൾ അതേ ക്യാമൽ സഫാരി എല്ലാം ഇൻക്ലൂഡഡ് 1500, ഇൻക്ലൂഡിങ് ടെൻറ്റ്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, ഫുഡ് ഡെസേർട്ട് സഫാരി, ജീപ്പ് സഫാരി, പിന്നെ ക്യാമൽ സഫാരി. അപ്പോൾ ഓക്കെ, ബാക്കി വിശേഷങ്ങൾ കാണിക്കാം. ടാറ്റ തന്നെയുണ്ട്. ടാറ്റ ഇത്രയേ ഉള്ളോ? ഇതാണോ? ഡേ പയ്യ തിരിച്ചുകൊണ്ടു. ഇല്ല കഴിഞ്ഞില്ല. എൻ്റെ അമ്മേ, ഇത് കുടയുണ്ട് കേട്ടോ ഇടയ്ക്ക്. എന്നെ എടുത്ത് കുടയേണ്ടിരുന്നു മതി ലാസ്റ്റ്. നോ ഊപ്പർ. ഇത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇറക്കി വിടില്ല. ഈ കുഞ്ഞു പയ്യനാട്ടോ നമ്മളെ നയിക്കുന്നേ. എൻ്റെ കയ്യിൽ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് ഫുൾ വ്യൂ എന്ന് പറയുന്നത്. ഹാപ്പി മാത്രം. താങ്ക് യു. ഈ ചെറുക്കൻ പെരിക്കോടൊക്കെയാണ് കൊണ്ടുപോകുന്നത്. മറ്റേതിൻ്റെ അകത്ത് പറയത്ത പോലെ കൂടാത്തിന് ഒരു ഉരുപ്പടി എന്ന് പറഞ്ഞ പോലെ പൂടെ ഒരു കുറിപ്പടി. ഓ ആ നിന്റെ ഫോട്ടോ എടുക്കണം അല്ലേ? വീഡിയോ എടുത്തോണ്ടിരിക്കുക. വീഡിയോ എടുത്തോണ്ടിരിക്കാടു. उसको पहले बिठाना. കഴുത ഇങ്ങോട്ട് നോക്കി. കറക്റ്റ് ഉണ്ടോ? ഞാനെന്ന് പറഞ്ഞോ. ഞാൻ മുടേഷ് ഇങ്ങോ എടുക്കെടുക്ക. ഇവിടെ ഒന്ന് വീഡിയോ എടുക്കണം. ഫുള്ള് കവർ കിട്ടത്തക്ക രീതിയിൽ. റെഡി അല്ലേ? ഓക്കെ അല്ലേ?
ഹാപ്പി. Wait. एक फोटो भी. അപ്പോൾ നമ്മൾ ജീപ്പ് സഫാരി കഴിഞ്ഞു, ക്യാമൽ സഫാരി കഴിഞ്ഞു, സൺസെറ്റ് പോയിന്റ് ഉണ്ട്, അതിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണെന്നറിയില്ല, നോക്കാം. ഭൂമി വരേണ്ടതാണല്ലോ. സൺസെറ്റ് കാണണമല്ലോ. ഇപ്പം മറ്റേ വണ്ടി എടുത്ത് വരണം കേട്ടോ. കൊണ്ടുപോകണോ? എനിക്കറിയില്ല, നമ്മുടെ വണ്ടി അവിടെ ആയിരിക്കും കൊണ്ടുപോകണേ. ഈ തവണയെങ്കിലും ഇങ്ങനെ മിന്നിച്ചാൽ മതിയായിരുന്നു. മിന്നിക്കുമെന്ന് തോന്നുന്നില്ല. 300 രൂപ പറഞ്ഞതാണ്, ഇപ്പൊ 30 രൂപയിലേക്കായി. ഇതെങ്ങനെ ഇരിക്കണേ? ഇങ്ങനെ തന്നെയാണോ? വന്ന് കേറ്, ഇല്ലേ ഒരു കൊന്നുകളി. ഗൂഗിൾ പേ കൊടുത്തോണം കേട്ടാ. ഒട്ടകം വലിക്കല്ല കേട്ടോ. ഉള്ളിലേക്ക് നെയ്യേ. ഈ ഇതെന്തത് പാവം. ഞങ്ങള് നിർബന്ധിച്ചല്ല കേട്ടോ, പുള്ളി കൊല്ലൂന്ന് പറഞ്ഞ കാരണം കേറിയെന്നേ ഉള്ളൂ. ഞങ്ങൾ കഷ്ടപ്പെടുത്തുന്നതല്ല. റിവേഴ്സ്. ഇവരെന്ത് വെറുപ്പിക്കലാണോ? അത്രേ ഉള്ളൂ. ജെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. സൺസെറ്റ് പോയിന്റ് വരുന്ന ഇതാട്ടോ. അപ്പോൾ ഇവിടെ പിള്ളേർ കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ജിജി സാറ് ചായ കുടിക്കുന്നു. ഒട്ടകപ്പാലാണോ എന്നറിയില്ല, എന്തായാലും ചായനായി. ഒട്ടകത്തിന്റെ ആണെങ്കിലും പാല് തന്നെ അല്ലേ? അതെ, അത്രേ ഉള്ളൂ. അടിപൊളി വൈബ് കേട്ടോ, നല്ല ചൂടുണ്ട്. രാജസ്ഥാൻ നമ്മുടെ റിസോർട്ടാണ്. ട്രഡീഷണൽ രീതിയാണ്. 7:30 ആവുമ്പോഴത്തേക്കും അവരൊരു ഡാൻസ് പ്രോഗ്രാം ആണ്. അപ്പോൾ ഒരു കുഞ്ഞാനെ കിട്ടിയിട്ടുണ്ട്, രാജസ്ഥാൻ കുഞ്ഞാവ അല്ലേ? ഗാഡിയാ? ഗാഡി ഇഷ്ടമായോ? ഗാഡി ഹാപ്പി? സ്മൈൽ. ഗാഡി ഗാഡി. मतीदा